പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എപ്പോഴും വിമർശിക്കാറുള്ള കെൽട്രോണിൽ നിന്ന് ഒരു നല്ല വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മികച്ച ഓർഡറുകളും കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകളുമാണ് നമുക്ക് കെൽട്രോണിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെൽട്രോണിന്റെ വരുമാനം വല്ലാത്ത രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ വി.ഡി. സതീശൻ ഇത് അംഗീകരിക്കാൻ മടിയുണ്ടാകും. എന്നാൽ പോലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിറ്റുവരവ് കൈവരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 643 കോടി രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായിരിക്കുന്നത്. വരുന്ന വർഷത്തിൽ 1000 കോടിയുടെ വിറ്റുവരവാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത്. ഒപ്പം 2022 കെൽട്രോണിന്റെ 520 കോടി എന്ന റെക്കോർഡാണ് ഇതോടുകൂടി തിരുത്തിയിരിക്കുന്നത്. അതായത് ഈ വർഷത്തെ വിറ്റുവരവ് മാത്രം പറയുന്നത് 643 കോടി രൂപയാണെന്ന് പറയുമ്പോൾ കെൽട്രോണിന്റെ വികസനം അല്ലെങ്കിൽ കെൽട്രോൺ എങ്ങനെയാണ് നമ്മുടെ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കെൽട്രോണിന്റെ വിറ്റുവരവ് കണക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വർഷങ്ങളായി ഈ കെൽട്രോണിനെ പറ്റിയിട്ടുള്ള പല രീതിയിലുള്ള അപവാദങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ അഴിമതി മാത്രമാണ് നടക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ LDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം കെൽട്രോണെ സമഗ്രമായി പൊളിച്ചെഴുതുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രി പി രാജീവിന്റെ ഇടപെടൽ എടുത്തു പറയേണ്ട കാര്യമാണ്. കെൽട്രോണുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ചർച്ചകൾക്കായാലും അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ ക്ഷണിക്കുന്നതായാലും ഒക്കെ തന്നെ വ്യവസായ മന്ത്രി കാണിക്കുന്ന ഒരു സ്പെഷ്യൽ എഫേർട്ട് എന്ന് പറയണം അതിനെ. അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് കെൽട്രോണ് ഇത്രയും മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് എന്തായിരുന്നു കെൽട്രോണിന്റെ അവസ്ഥ എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ വലിയ ഗംഭീരമായ ഒരു മാറ്റമാണ് ഇപ്പോൾ കെൽട്രോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1000 കോടി രൂപയിലധികം ബിസിനസ്സാണ് മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നമുക്ക് കെൽട്രോണിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ കൂട്ടിവെച്ച് നോക്കുകയാണെങ്കിൽ വിറ്റുവരവ് മാത്രം 643 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം കെൽട്രോൺ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കും NPOL-നും പ്രതിരോധ ഇലക്ട്രോണിക് മേഖലയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകിയതുമാണ് 100 കോടിയോളം അധിക വിറ്റുവരവിലേക്ക് എത്തിയതെന്നാണ് കണക്കുകൾ പറയുന്നത്. IT അനുബന്ധ സേവന മേഖലകളിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് 249 കോടി രൂപയും സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി നിർവഹണത്തിലൂടെ 143 കോടി രൂപയുമാണ് കെൽട്രോണിന് വിറ്റുവരവ് ഉണ്ടായിരിക്കുന്നത്. കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് വേണ്ടിയുള്ള പവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്മാർട്ട് സിറ്റി പദ്ധതികൾ, ISROയ്ക്ക് വേണ്ടിയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തുടങ്ങിയവയിലൂടെ വിറ്റുവരവിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കെൽട്രോണിന് കഴിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. വ്യവസായ വകുപ്പിലെ കെൽട്രോൺ സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരം 2026 1000 കോടിയും 2030 2000 കോടി രൂപയുടെ വിറ്റുവരവാണ് കെൽട്രോൺ ലക്ഷ്യം വെക്കുന്നത്. കെൽട്രോണിന്റെ അനുബന്ധ കമ്പനികൾക്കും വ്യക്തമായ ഒരു സാമ്പത്തിക നേട്ടം ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുക. കാരണം സബ്സിഡറി കമ്പനികളായ കണ്ണൂരിലെ KCCL 104 കോടി രൂപയാണ് അധികമായി ഉണ്ടാക്കിയിരിക്കുന്നത്. മലപ്പുറത്തെ KECL 30 കോടി രൂപയാണ് അധിക വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല കെൽട്രോൺ ഗ്രൂപ്പ് കമ്പനികളെല്ലാം കൂടി 777 കോടി രൂപയുടെ വിറ്റുവരവും 59 കോടി രൂപയുടെ ലാഭവും കഴിഞ്ഞ വർഷം ഉണ്ടാക്കി എന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 33% വർധനമാണ് കെൽട്രോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ നേടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കെൽട്രോൺ എന്ന സ്ഥാപനം നമ്മുടെ കേരളത്തിന് എത്രത്തോളം മാതൃകയാകുന്നു, അത് എത്രത്തോളമാണ് കമ്പനി ഉണ്ടായുള്ള പ്രയോജനം എന്നുള്ളതിനൊക്കെ തന്നെ വ്യക്തമായ ഉദാഹരണമാണ് ഈ കണക്കുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും നമ്മൾ അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നത് 1000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. പക്ഷേ 2030 ആകുമ്പോൾ അത് 2000 കോടിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്, കെൽട്രോൺ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സമീപനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കെൽട്രോണിന് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയ സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള കാര്യങ്ങൾ അത് പിന്നീട് മറ്റ് അയൽ സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് കണ്ടിട്ട് ആ പ്രോജക്റ്റ് നമുക്ക് വേണ്ടി തരികയാണ്. ഞങ്ങളുടെ നാട്ടിലും ഇത്തരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ വേണം, അത് നിങ്ങൾ തന്നെ അവിടെ പങ്കുവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ISROയിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ പ്രതിരോധ സേനയിൽ നിന്നാകട്ടെ അവിടെ നിന്ന് കിട്ടുന്ന കരാറ് കൂടി കൂട്ടിവെക്കുമ്പോഴാണ് കെൽട്രോൺ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്. നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റി കണ്ടിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ ISRO പോലൊരു സ്ഥാപനം നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് വാങ്ങുക. അത് മാത്രം കൊടുത്താൽ മതി. എന്തായാലും വി.ഡി. സതീശൻ ഇങ്ങനെ നിരന്തരമായി വിമർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. കെൽട്രോണിന്റെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ നേട്ടം എന്ന് പറയുന്നത് 643 കോടി രൂപയാണെന്ന് വി.ഡി. സതീശനോട് ആരെങ്കിലും പറഞ്ഞാൽ നന്നാവും. കാരണം അദ്ദേഹത്തിന്റെ വിമർശനം കെൽട്രോൺ എല്ലാം നടക്കുന്നത് അഴിമതിയാണ്, കെൽട്രോൺ എല്ലാം പ്രശ്നമാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഒരു വലിയ സാമ്പത്തിക നേട്ടം സർക്കാർ നേട്ടമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കെൽട്രോൺ എന്ന ഒരു പദ്ധതി, അത് പിണറായി സർക്കാരിന്റെ കാലങ്ങളിൽ കൃത്യമായി കെൽട്രോണിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വ്യവസായ മന്ത്രി പി രാജീവിനും കൂടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും കെൽട്രോണിന്റെ നേട്ടം അത് കോൺഗ്രസ്സുകാർക്ക് അത്ര ഇഷ്ടപ്പെടാൻ കാര്യമില്ല. എന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പദ്ധതികൾ ഒന്ന് തന്നെയായിരുന്നു കെൽട്രോൺ. അതെന്തായാലും ഇപ്പോൾ കൃത്യമായ നേട്ടം ഉണ്ടാക്കുന്നു എന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത്.